ഡെസേർട്ടുകൾ ഇഷ്ടമില്ലാത്തവരായിട്ട് അധികം ആരും ഉണ്ടാവില്ല. അപ്പോൾ ഇന്ന് നല്ലൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇന്ന് ഈ ഒരു പുഡിങ്ങിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇതിലേക്ക് പശുവിൻ പാലോ ചൈന ഗ്രാസോ ജലാറ്റിനോ ഒന്നും തന്നെ ചേർത്ത് കൊടുത്തിട്ടില്ല. എന്നാലും ടേസ്റ്റിന് ഒരു കുറവുമില്ല കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു പുഡിങ്ങാണ്. നിങ്ങൾ ഒരു തവണയെങ്കിലും ഒന്ന് റെഡിയാക്കി നോക്കിക്കോളൂ. എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതുപോലെ ഒരു പാക്കറ്റ് ഒറിയോ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒറിയോ ബിസ്ക്കറ്റ് ഞാൻ ഈ ഒരു പാക്കറ്റ് മുഴുവനായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏത് ബൗളിലാണോ സെറ്റ് ചെയ്യുന്നത് അതിൻ്റെ ആ ഒരു വലിപ്പത്തിന് അനുസരിച്ചിട്ട് നമുക്ക് ബിസ്ക്കറ്റ് എടുക്കാം. ഇനി ബിസ്ക്കറ്റ് എടുത്തിട്ട് മിക്സറുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നങ്ങ് പൊടിച്ചെടുക്കാം. ഒരുപാട് ഫൈനായിട്ട് പൊടിച്ചെടുക്കേണ്ട, ചെറിയൊരു തരിതരിപ്പോട് കൂടിയിട്ട് ഇതുപോലെ വേണം കേട്ടോ പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിലേക്കൊരു 1/4 കപ്പ് തേങ്ങ ചിരവിയതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് മെൽറ്റാക്കി എടുത്തിട്ടുള്ള ബട്ടർ ചേർത്ത് കൊടുക്കാം. ഉപ്പില്ലാത്ത ബട്ടറാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ബട്ടർ നമ്മൾ ഈ ഒരു ഇതുണ്ടല്ലോ ബിസ്ക്കറ്റ് ഒന്നങ്ങ് ചെറുതായിട്ടൊന്ന് നനയാൻ പാകത്തിലുള്ളത് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂണോ 2.5 ടേബിൾ സ്പൂണൊക്കെ മതിയാവും. അത് നമ്മൾ ബിസ്ക്കറ്റ് എടുക്കുന്ന അളവിനനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരും. അപ്പോൾ മിക്സ് ചെയ്ത് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ളത് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ ഒരു ബട്ടറൊക്കെ ബിസ്ക്കറ്റിൽ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമ്മൾ ഏത് ഡിഷിലാണോ പുഡിംഗ് സെറ്റ് ചെയ്യുന്നത് അതിലേക്ക് ഇത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ അങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കാം. സ്പൂൺ വെച്ചിട്ട് തന്നെ ഇതുപോലെ അങ്ങ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം. തണുത്ത് കഴിയുമ്പോൾ ഇത് നന്നായിട്ട് ഒന്നങ്ങ് സെറ്റായിട്ട് കിട്ടും കേട്ടോ. ആ ഒരു ബട്ടറൊക്കെ ഒന്നങ്ങ് തണുത്ത് വരുമ്പോൾ. ഇനി നമുക്ക് അടുത്ത ലെയറിന് വേണ്ടിയിട്ട് തേങ്ങാപ്പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 1/4 കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഒരു സോസ് പാനിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങാപ്പാലിൽ നിന്ന് ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു കോൺഫ്ലോർ ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് ഇതുപോലെ മിക്സ് ആക്കി എടുത്തതിന് ശേഷം മാത്രം ബാക്കിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ഞാനൊരു 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മധുരത്തിന് മുഴുവനായിട്ടും കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ രണ്ടും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലെങ്കിൽ പഞ്ചസാര മാത്രമായിട്ട് ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓണാക്കുക. ഇനി കൈയെടുക്കാതെ ഇളക്കി ഒന്നങ്ങ് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ തിളച്ച് വരുമ്പോൾ തന്നെ ഇതുപോലെ അങ്ങ് കുറുകി വരും. ഈ ഒരു രീതിക്ക് ഒന്നങ്ങ് കുറുകി കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം ഓഫാക്കാം. എന്നിട്ട് ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ബിസ്ക്കറ്റിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചൂടാറാൻ നിൽക്കരുത് കേട്ടോ, കാരണം ചൂടാറിക്കഴിഞ്ഞാൽ ആ ഒരു പാത്രത്തിലിരുന്ന് തന്നെ അതങ്ങ് കട്ട പിടിച്ചു പോകും. അപ്പോൾ ആ ഒരു ചൂടോട് കൂടിയിട്ട് തന്നെ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ അങ്ങ് എല്ലാ ഭാഗവും ഒരേ കനത്തിലൊന്നങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നങ്ങ് ചൂട് പോയതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ മതി കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്താൽ പുഡിങ് നല്ല സെറ്റായിട്ട് കിട്ടും. ഇനി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. ഞാൻ കുറച്ച് ന്യൂട്ടെല്ല ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഇതുപോലെ അങ്ങ് പൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് പിസ്താഷ്യം കൂടെ ഇതുപോലെ ഇട്ട് കൊടുത്താൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കോക്കനട്ട് ബിസ്ക്കറ്റ് പുഡിംഗ് റെഡിയായി. നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ ഇത്. ആ ഒരു കോക്കനട്ട് മിൽക്കിൻ്റെ ഫ്ലേവറും അതുപോലെ ബിസ്ക്കറ്റും കൂടി ചേരുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്